സർ, കേരളത്തിൻ്റെ കടം കൂടി വരികയാണ്. കഴിഞ്ഞ ദിവസത്തെ വാർത്തകളനുസരിച്ച് പെൻഷൻ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അതേപോലെ തന്നെ ആ പെൻഷൻ വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ തന്നെ 2000 കോടി രൂപ കടമെടുക്കുന്നതും നമ്മൾ കണ്ടു. ഇത്തരത്തിൽ കേരളത്തിൻ്റെ കടം കൂടി വരികയാണ്. കേരളം ഒരു കടക്കണിയിലേക്കാണോ പോകുന്നത്? തീർച്ചയായിട്ടും അല്ല. കാരണം ഈ ഈ നമ്മുടെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു സംസ്ഥാനത്തിന് അതിൻ്റെ GSDPയുടെ അല്ലെങ്കിൽ സംസ്ഥാന GDPയുടെ 3% ആണ് പരമാവധി കടമെടുക്കാൻ കഴിയുക ഒരു വർഷത്തിൽ. അങ്ങനെ കടമെടുക്കാനുള്ള കാര്യങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ആ പരിധിക്കപ്പുറത്ത് കടമെടുത്തുകൊണ്ട് പോകാൻ കഴിയില്ല. പിന്നെ നമ്മളെ ഒരു സാമ്പത്തിക ആരോഗ്യത്തെ വിലയിരുത്തുന്നതിനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ടൂൾ എന്ന് പറയുന്നത് ഡെപ്റ്റ് GDP റേഷ്യോ, അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഡെപ്റ്റ് GSDP റേഷ്യോ. അതായത് മൊത്തം ഒരു സംസ്ഥാനത്തിൻ്റെ GDPയുടെ എത്ര ശതമാനമാണ് അതിൻ്റെ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് ഡെപ്റ്റ് എന്നുള്ളത് കണക്കാക്കുന്നു. അങ്ങനെ കണക്കാക്കുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഡെപ്റ്റ് GDP റേഷ്യോ 33% എന്ന തോതിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു പൊസിഷനാണ്. അതായത് നമ്മുടെ 100 നമുക്ക് GSDP ഉണ്ടെങ്കിൽ 33 രൂപയാണ് നമ്മുടെ കടം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു പൊസിഷനാണ് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഡെപ്റ്റ് GSDP റേഷ്യോ എന്ന് പറയുന്നത്. അതേസമയത്ത് പല സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഡെപ്റ്റ് GSDP റേഷ്യോയുടെ റാങ്കിങ്ങിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളം 15ാമതാണ്. അപ്പോൾ ഈ 2000 കോടി രൂപ ഇപ്പോൾ കടമെടുത്തു എന്ന് പറയുന്നത് ഈ നിലവിലുള്ള 3% പരിധിക്ക് അകത്ത് നിന്നുകൊണ്ട് അനുവദനീയമായൊരു കടം ആ മാസം എടുക്കുകയാണ്. ഏതു മാസമാണോ അതിനകത്ത് പണം ആവശ്യമായി വരുന്നത് ആ സമയത്ത് ഒറ്റയടിക്കല്ല ഈ കടം എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൻ്റെ 3-3.5 ലക്ഷം കോടി രൂപ GSDP കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ 3% എത്രയാണ് നമുക്ക് കണക്കാക്കിയാൽ അത്രേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് ഒരുമിച്ചല്ല, മന്ത്ലി ആയിട്ടോ ആ ഒരു പാർട്ട് ബൈ പാർട്ടായിട്ട് നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഈ ഘട്ടത്തിൽ 2000 കോടി രൂപ കടമെടുക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ അങ്ങനെ ഈ ഡെപ്റ്റ് GSDP റേഷ്യോയിൽ ഈ കേരളം 15ാമത്തെ റാങ്കിങ്ങിൽ നിൽക്കുന്നു. അപ്പോൾ അതിന് മുകളിൽ പല സംസ്ഥാനങ്ങളും ഉണ്ട്. 41% ഉള്ളവരുണ്ട്, 42% ഉള്ളവരുണ്ട്. ഇന്ത്യയുടെ ഡെപ്റ്റ് GDP റേഷ്യോ 60%-ന് മുകളിലാണ്. മനസ്സിലായില്ലേ? ആ സമയത്ത് കേരളം 33%-ലാണ് എന്നുള്ളതാണ് ഒരു കാര്യം. ലോകത്ത് പല രാജ്യങ്ങളും ഇപ്പോൾ എന്താണ്, പക്ഷേ കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി കടം തരുത്തില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളം പോയിരുന്നു. അത് എന്തുകൊണ്ടാണ്? അല്ല, കടം അത് ഞാൻ പറഞ്ഞത് കേരളത്തെ ഈ 3% എന്നുള്ള പരിധിക്കകത്ത് നിന്നുകൊണ്ടാണ് നമുക്ക് കടമെടുക്കാൻ കഴിയുള്ളൂ. അത് കണക്കാക്കുന്ന കാര്യത്തിൽ ചില രീതികളുണ്ട്. അതാണ് പ്രശ്നം. ഇപ്പോൾ ഉദാഹരണത്തിന് ചില ക്രൈറ്റീരിയ, ചില പാറ്റേൺസ്, ചില രീതികൾ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തുന്നു. ഉദാഹരണത്തിന് നമ്മൾ പറയുന്നു കിഫ്ബി എടുക്കുന്ന കടം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കടമല്ല, അത് പുറത്ത് ബഡ്ജറ്റിന് പുറത്ത് സംസ്ഥാനത്തിൻ്റെ ഇതിന് പുറത്തെടുക്കുന്ന കടമാണെന്ന് പറയുന്നുണ്ടെങ്കിലും അത് കേന്ദ്രം സമ്മതിക്കുന്നില്ല. പെൻഷൻ ഫണ്ടിലേക്കും കിഫ്ബിയുടെ ആവശ്യത്തിലേക്കും എടുക്കുന്ന പണം സംസ്ഥാനത്തിൻ്റെ കടം തന്നെയാണ് എന്ന് കണക്കൂട്ടുന്നു. അങ്ങനെ അതുപോലെ തന്നെയാണ് ഇത് നമ്മുടെ ഈ ട്രഷറി നിക്ഷേപങ്ങളിൽ കിടക്കുന്ന പണം. ആ പണം പോലും എടുക്കുന്നത് കടമായിട്ട് തന്നെ കൂട്ടും, കടത്തിൻ്റെ കണക്കിൽപ്പെടുത്തുകയാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞ പരിധിക്ക് മുകളിലേക്ക് പോയി എന്നുള്ള ഒരു തർക്കം ഉടലെടുക്കാം. അത് തർക്കമായിട്ട് സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ നിലനിൽക്കുകയാണ്. പക്ഷേ നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ കിഫ്ബി വഴി നമ്മൾ എടുക്കുന്ന പണമാണെങ്കിൽ പോലും അത് നമ്മുടെ ഇപ്പം ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ റോഡുകളാണെങ്കിലും കെട്ടിടങ്ങൾക്കാണെങ്കിലും അതിന് വേണ്ടിയിട്ടാണ് ആ തുകകൾ എടുക്കുന്നത്. അപ്പം അത് കേന്ദ്രം പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ലേ? അപ്പം കേരളം അതിന് കൃത്യമായിട്ടുള്ള അടവ് അടയ്ക്കേണ്ടി വരുന്നുണ്ട്. അല്ല, കിഫ്ബി എടുക്കുന്ന പണം തിരിച്ചടയ്ക്കുന്നതിന് കിഫ്ബിയുടേതായ രീതികളുണ്ട്. അതിനകത്ത് പല കാര്യങ്ങളിലും കേരള സർക്കാർ ഗ്യാരണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പറയുന്നത്. പക്ഷേ കിഫ്ബി എടുക്കുന്ന ഫണ്ടിന് പണം അതിനകത്ത് വരുമാനം സ്വരൂപിക്കുന്ന നിരവധി പ്രോജക്റ്റുകൾ കിഫ്ബിയുടെ കയ്യിലുണ്ട്.
ആ വരുമാനത്തിനകത്ത് നിന്നുകൊണ്ട് അവർക്ക് കടം തിരിച്ചെടുക്കാൻ കഴിയുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. ചില കാര്യങ്ങളിൽ ഈ തർക്കം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അവിടെ വരുന്നൊരു പ്രശ്നം എന്താ, അവിടെ അതായത് നമ്മൾ നാളത്തെ കേരളത്തെ കാണും, അല്ലെങ്കിൽ ഭാവി കേരളത്തെ നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താണ്? ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ കിഫ്ബിയുടെ 25ാം വാർഷികം ആയിരുന്നു. ഇന്നലെ എല്ലാ പത്രങ്ങളിലും ഒരു ഫുൾ പേജ് പരസ്യം കൊടുത്തിരുന്നു. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി നമ്മൾ ബഡ്ജറ്റിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ അല്ലെങ്കിൽ ബഡ്ജറ്റിൽ ബാലൻസ് വരുന്ന തുക അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി നമ്മൾ കുറച്ച് മാറ്റി വയ്ക്കുന്നു. ആ ക്യാപിറ്റൽ നീക്കി വയ്ക്കുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് നീക്കി വയ്ക്കുന്ന പണം കൊണ്ട് മാത്രമാണ് നമ്മൾ അടിസ്ഥാന സൗകര്യ വികസനവും ക്യാപിറ്റൽ വർദ്ധിപ്പിക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും സ്ഥിതി? ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ 6120 കോടി രൂപ സംസ്ഥാന സർക്കാർ കേരളത്തിലെ ഹൈവേ വികസനത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി ചിലവാക്കി, സംസ്ഥാനം ചിലവാക്കി. അത് കേന്ദ്രം പറ്റില്ല, ഇവിടുത്തെ ഉയർന്ന ഭൂമി വിലയുള്ളതുകൊണ്ട് ഇത് നൽകാൻ പറ്റില്ല എന്നുള്ള നിലപാടിലേക്ക് വന്നപ്പോൾ അത് സംസ്ഥാനം അത് ഏറ്റെടുത്തു. ആ 6120 കോടി രൂപയിൽ ഏതാണ്ട് 1000 ചില്ലാൻ കോടി രൂപയാണ് സംസ്ഥാന ബഡ്ജറ്റ് പ്രൊവൈഡ് ചെയ്ത് വെച്ചത്. ബാക്കി 5000 ചില്ലാനും കോടി രൂപ കിഫ്ബി വായ്പ എടുക്കുകയാണ് ഇത്. അങ്ങനെയാണ് ആ പണം കൊടുത്തിട്ട് ഈ സ്ഥലം ഏറ്റെടുത്ത് ഇപ്പോൾ ഏകദേശം 75% അല്ലെങ്കിൽ 60% ഈ ഹൈവേകളുടെ പണി പൂർത്തിയായിരിക്കുന്നത്. 2026 അത് പൂർത്തിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മൾ 6120 കോടി രൂപ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി കടമെടുക്കുന്നില്ല. ബഡ്ജറ്റ് പ്രൊവിഷനിലൂടെ അല്ലെങ്കിൽ നമ്മൾ മൂലധനം കണ്ടെത്തി സംസ്ഥാനത്തിൻ്റെ ബഡ്ജറ്റിനകത്ത് നിന്നുകൊണ്ട് മൂലധനം കണ്ടെത്തുകയാണെങ്കിൽ 6120 കോടി രൂപ കണ്ടെത്താൻ 6 കൊല്ലം വേണ്ടേ? വേണം. അപ്പോൾ 6 കൊല്ലം നഷ്ടപ്പെടും നമുക്ക്. വികസനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ലാഗ് ഉണ്ടാവാൻ ഇനി ലോകത്ത് ഒരു രാജ്യത്തിനും കഴിയില്ല. ഒരു ഇക്കോണമിക്കും ആ ലാഗിലൂടെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. കുറച്ച് കഴിയട്ടെ. കാരണം അതിവേഗത്തിൽ മറ്റ് രാജ്യങ്ങൾ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ട്. ചൈനയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് കാണുന്ന ചൈനയല്ല നാളെ കാണുന്നത്. വിയറ്റ്നാമിൽ ചെല്ലുമ്പോൾ ആ രാജ്യത്തുണ്ടാകുന്ന വികസനം നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. UAE ചെല്ലുമ്പോൾ ഒരു വർഷം മുമ്പ് പോയ ആൾ ഇന്ന് ചെല്ലുമ്പോൾ ചിലപ്പോൾ അതിശയിച്ചു. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ ഇപ്പം കേരളത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിന് അത്രത്തോളം വരുമാനം വരുന്ന സാഹചര്യങ്ങൾ നിലവിൽ ഒരുപാടൊന്നുമില്ല. പക്ഷേ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പെട്രോളിൽ നിന്നും സെസ് ഏർപ്പെടുത്തുന്ന ഒരു കണ്ടീഷൻ നമ്മൾ കണ്ടിരുന്നു. എന്നിട്ടും സർക്കാരിന് പെൻഷൻ കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോഴും പല പെൻഷനുകളും പെൻഡിങ്ങിലാണ്. അപ്പം അത്തരത്തിലൊരു സാഹചര്യത്തിൽ വീണ്ടും കടമെടുക്കുന്നത് സർക്കാരിന് തന്നെ ഒരു ദോഷമായിട്ട് ഭവിക്കില്ലേ? അല്ല, അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ഈ കടം വാങ്ങിച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഭാവിയിൽ എന്താ നടക്കാൻ പോകുന്നത്? മൂലധനം കൂടും, ഇക്കോണമി കൂടുതൽ ശക്തവും വൈബ്രൻ്റ് ആവും. ഇല്ല, ഇപ്പം ഹൈവേ വികസനം നടക്കുന്നു. അടുത്ത വർഷം ഹൈവേ പൂർത്തിയായി എന്ന് വിചാരിക്കുക. ഹൈവേ പൂർത്തിയായി ഒരു 4-5 വർഷം കഴിയുമ്പോൾ ഹൈവേയുമായി ബന്ധപ്പെട്ട് മാത്രം എത്രമാത്രം ബിസിനസ്സും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യുമെന്ന് നമ്മൾ ആലോചിക്കുക. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇവിടെ നിന്ന് കാസർഗോഡ് പോയിട്ട് എനിക്ക് ബേക്കൽ കോട്ട കണ്ടിട്ട് ഇന്ന് തന്നെ തിരിച്ചു വരാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു 1 ഡേ ട്രിപ്പ് പോകാൻ കഴിയും. ഇന്ന് 1 ഡേ ട്രിപ്പ് പോകാൻ പറ്റില്ല. 1 ഡേ ട്രിപ്പ് പോയിട്ട് മടങ്ങി വരാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. പറ്റുമായിരിക്കും, പക്ഷേ വളരെ ബുദ്ധിമുട്ട്. പക്ഷേ അതിവേഗത്തിൽ കാലത്ത് പോയി വൈകുന്നേരം തിരിച്ചു വരാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ് എന്തായിരിക്കും? അപ്പോൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കൊണ്ട് ഈ സംസ്ഥാനത്തിനുണ്ടാകുന്ന ഗ്രോത്തിനെ നമ്മൾ കാണുന്നു. ആ ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യുന്ന വരുമാനം നമ്മൾ കാണുന്നു. അതുണ്ടാക്കുന്ന തൊഴിൽ സാധ്യതകൾ കാണുന്നു. അത് സംസ്ഥാന സർക്കാരിനുണ്ടാക്കുന്ന വരുമാനം കാണുന്നു. അപ്പോൾ ഇന്ന് നടത്തുന്ന ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നാളെ ഭാവിയിൽ കേരളത്തിൻ്റെ വലിയൊരു ഇക്കോണമിയെ വൈബ്രൻ്റ് ആക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കും. അപ്പോൾ അത് വരുമ്പോൾ ഇപ്പോൾ ഇന്ന് 3-3.5 ലക്ഷം കോടി രൂപയുടെ GSDP അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഈ GSDPയുടെ തോത് വർദ്ധിപ്പിക്കുമ്പോൾ ഈ ഡെപ്റ്റ് GSDP റേഷ്യോ GSDP വലിയ തോതിൽ 12%, 15% തോതിലേക്ക് വളരുന്നു, അല്ലെങ്കിൽ 10%-ലേക്ക് വളരുമ്പോൾ നമ്മുടെ ഈ കാര്യത്തിൽ ഒരു ഡെപ്റ്റിൻ്റെ കാര്യത്തിൽ 3-3.5-4% വർധനയെങ്കിൽ ഈ ഡെപ്റ്റ് GSDP റേഷ്യോ കുറയല്ലേ ചെയ്യുന്നത്. പക്ഷെ അവിടെ എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ അത്തരത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം കാലം മാറുന്നതിനനുസരിച്ച് ഈ പൈസയുടെ മൂല്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും വില വർധനവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പൈസയുടെ മൂല്യം കുറയുന്നു. പൈസയുടെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ സാധനങ്ങൾക്കും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം
ഇത് സർക്കാരിന് എതിരായിട്ട് വരത്തില്ലേ? അല്ല, അപ്പോഴാണ് പ്രശ്നം. അപ്പോഴാണ് നമ്മുടെ കാലതാമസത്തിൻ്റെ പ്രശ്നം വരുന്നത്, ലാഗിൻ്റെ പ്രശ്നം. ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ഇന്ന് നമ്മൾ റോഡ് ഉണ്ടാക്കുന്നില്ല, മാറ്റിവെക്കുന്നു, 10 കൊല്ലത്തേക്ക് കഴിഞ്ഞ് മാറ്റിവെക്കുകയാണെങ്കിൽ ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എത്ര ഇരട്ടി വേണ്ടി വരും? അതെ. അപ്പോൾ അതുകൊണ്ടാണ് കടം വാങ്ങിച്ച് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള നേട്ടം എന്ന് പറയുന്നത്. മനസ്സിലായില്ല? എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളൊരു വീട് പണിയാൻ തീരുമാനിക്കുന്നു. എനിക്കൊരു സ്വന്തമായിട്ടൊരു വീട് വേണം. എനിക്ക് 60 ലക്ഷം അല്ലെങ്കിൽ ഏകദേശം 1 കോടി രൂപയ്ക്ക് അടുത്ത് എനിക്ക് ചിലവ്, ഒരു 70 ലക്ഷം രൂപ ചിലവ് വരുന്നുണ്ട്. ആ 70 ലക്ഷം രൂപ ഞാൻ സമ്പാദിച്ച് എൻ്റെ കയ്യിൽ വെച്ച് ബാങ്കിൽ ഇട്ടിട്ട് പണി തുടങ്ങണമെങ്കിൽ എത്ര കാലം എടുക്കും? കുറേ കാലം എടുക്കും. ശരിയല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് 70 ലക്ഷം രൂപയ്ക്ക് അന്ന് ആ പണി തീരണമെന്നില്ല. ഇല്ല. അതേസമയത്ത് ഇന്ന് ഞാൻ എൻ്റെ കയ്യിൽ ഒരു 10-15 ലക്ഷം രൂപ 20 ലക്ഷം രൂപ ഉണ്ട്. ബാക്കിയുള്ള കാര്യം ഞാൻ ലോൺ എടുത്ത് എനിക്ക് വീട്ടാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഇന്ന് ഞാൻ വീട് വെക്കുന്നതാണോ 70 ലക്ഷം രൂപ ഞാൻ കയ്യിലുണ്ടാക്കി വീട് വെക്കുന്നതാണോ നല്ലത്? ഇതാണ് സാമ്പത്തികം. ഇത്രയുള്ള സിമ്പിളായിട്ടുള്ള കാര്യമാണ് സാമ്പത്തികം. അപ്പോൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, ആ ലാഗ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ നഷ്ടം സംഭവിക്കും. നമ്മുടെ ഇക്കോണമിക്ക് നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വീട് നമുക്ക് സ്വന്തമായിട്ട് കഴിയുമ്പോൾ ആ വീടിൻ്റെ സേഫ്റ്റി, ആ വീട് നമുക്ക് നൽകുന്ന സമാധാനം, ആ വീട് നമ്മുടെ സ്വന്തമാണെന്നുള്ളൊരു ഇതെല്ലാം വരുമ്പോൾ നമ്മളെ തന്നെ അത് മാറ്റണം. ശരിയല്ലേ? നമ്മുടെ അടിസ്ഥാനപരമായ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പോലും അത് മാറ്റിമറിക്കുകയാണ്. അതേസമയത്ത് ഞാൻ ഈ പൈസയും വെച്ച് വാടക വീട്ടിലൊക്കെ കഴിയുമ്പോൾ ഉണ്ടാകുന്ന എൻ്റെ ഒരു ദുരിതവും അവസ്ഥ ആലോചിച്ച് നോക്കി. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പം നമ്മൾ 10 കൊല്ലം മുമ്പ് 20 കൊല്ലം മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോഴും ചെയ്തിട്ടില്ല. ഇപ്പം വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യം എടുക്കുക. 10-20 കൊല്ലം മുമ്പ് ആലോചിച്ച് തുടങ്ങിയ കാര്യമാണ്. 10-25 കൊല്ലം മുമ്പ് അന്ന് നടക്കേണ്ട കാര്യമായിരുന്നു. അന്ന് നടന്നെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ പോർട്ടായിരിക്കും അത്. ലോകത്ത് തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ സിംഗപ്പൂർ, ദുബായ് ഒക്കെ പിന്തള്ളപ്പെടുന്ന ഒരു നിലയിലേക്ക് വിഴിഞ്ഞം മാറുമായിരുന്നു. അതിൻ്റെ ഓപ്പർച്യൂണിറ്റി നമ്മൾ നഷ്ടപ്പെടുത്തി. ഇപ്പോഴായാലും നമുക്കത് വന്നു. ഇനി വിഴിഞ്ഞുണ്ടാക്കാൻ പോകുന്ന 10 വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ് എന്തായിരിക്കും? അതെ. ആ ഡെവലപ്മെൻറ്റ് നമ്മുടെ ഇക്കോണമിയിൽ ഉണ്ടാക്കുന്ന വർധന എന്തായിരിക്കും? അത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനത്തിൽ എന്ത് വർധന ഉണ്ടാക്കും? എത്ര കോടി ആളുകൾ, എത്ര ലക്ഷം ആളുകൾക്ക് ജോലി അവിടെ പ്രൊവൈഡ് ചെയ്യാൻ കഴിയും? അതുമായി ബന്ധപ്പെട്ട് ഇതിനെയാണ് കാണേണ്ടത്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ വേണം ഇന്ന് കടം വാങ്ങുന്നതിനെ കുറിച്ച് പറയാം. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. കടം വാങ്ങുന്നതിൻ്റെ തോത് ധനകാര്യമന്ത്രി തന്നെ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞു, അത് കുറഞ്ഞു വരുന്നു. കാരണം മുമ്പ് കഴിഞ്ഞ 10-25 വർഷത്തെ കാര്യം എടുക്കുമ്പോൾ ഓരോ 5 വർഷം കൂടുമ്പോഴും കടം ഇരട്ടിയായി മാറുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ 5 വർഷം പൂർത്തിയാകുമ്പോൾ അത് ഏതാണ്ട് 80% മാത്രമേ വർദ്ധിച്ചിട്ടുള്ളൂ. ഇരട്ടിയായിട്ട് വർദ്ധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ തനത് നികുതി വരുമാനവും കാര്യങ്ങളൊക്കെ ഉയർത്താൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കടമെടുക്കുന്നതിൻ്റെ തോത് കുറഞ്ഞു വരും. അപ്പം അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പം വെറുതെ നമ്മൾ കടക്കണിയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് നടക്കുന്നൊരു സംഭവം. അങ്ങനെയാണ് ഈ ലോകത്തെ ഏത് രാജ്യമോ കടക്കണിയിലല്ലാത്ത. അമേരിക്ക എത്രയോ വലിയ കടമുണ്ട്. എത്ര ഭയങ്കര ഭീമമായ കടമാണ് അമേരിക്കയ്ക്കുള്ളത്. എത്ര തവണ അമേരിക്കൻ പാർലമെൻറ്റിനെ കൊണ്ട് എക്സ്ട്രാ തീരുമാനമെടുത്ത് കടപരിധി ഉയർത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു രാജ്യത്തിനും ഒരു ഇക്കോണമിക്കും അങ്ങനെ എല്ലാ കാര്യവും നമ്മുടെ കയ്യിൽ നിന്നുകൊണ്ട് ഒക്കെ വീട്ടിൽ കൊണ്ടുപോകാൻ നടപ്പിലാക്കാമെന്ന് പറയുന്നത് അർത്ഥശൂന്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്നാണ് അക്കാര്യത്തെ സംബന്ധിച്ച് പറയുന്നത്.